എന്താണ് സാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? സാർ, കുന്നംകുളം സംഭവത്തിന് ശേഷം ഇപ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലായി വിവരാവകാശം കൊടുത്താൽ CCTV ദൃശ്യങ്ങൾ ലഭിക്കുമെന്ന്. ഒന്നും മറയ്ക്കാനില്ലാത്ത കേരള പോലീസാണ്, ആഭ്യന്തര വകുപ്പാണ് എങ്കിൽ ആ കുണ്ടറ സംഭവത്തിലെ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആ അമ്മയ്ക്ക് കൊടുക്കുവാനായിട്ട് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള അങ്ങ് ഇന്ന് നിർദ്ദേശം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, മുഖ്യമന്ത്രിയുടെ മൗനം പോലെ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നറിയില്ല. സാർ, നിരവധി കേസുകളുണ്ട് ഇവിടെ പറയാനായിട്ട്. സാർ, അടൂരിൽ DYFIയുടെ മേഖലാ സെക്രട്ടറി ജോയൽ എന്ന യുവാവ് 29 വയസ്സ്, അദ്ദേഹത്തെ പോലീസ് ഇടിച്ചു കൊന്നതാണെന്ന് അദ്ദേഹത്തിന്റെ തന്നെ കുടുംബം ആരോപിക്കുകയാണ്. രാത്രി 7 മുതൽ 9 വരെ SHO U ബിജുവിന്റെ നേതൃത്വത്തിൽ ബന്ധുക്കളുടെ കൺമുമ്പിൽ വെച്ച് ജോയലിനെ തല്ലിച്ചച്ചു. തടയാൻ ശ്രമിക്കുന്നതിനിടെ അടിവയറ്റിൽ ചവിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി KK കുഞ്ഞമ്മ അവരുടെ മൂത്രം പോയി. സാർ, കേസില്ലെന്ന് നിർബന്ധപൂർവ്വം എഴുതി വാങ്ങിയ ശേഷമാണ് എല്ലാവരെയും പറഞ്ഞു വിട്ടത്. സാർ, ഇപ്പൊ ആ കുടുംബം പറയുന്നത് എന്താണെന്നറിയോ? അടൂരിലെ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം CPM പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തത് എന്ന് ഈ ജോയലിന്റെ കുടുംബം ഇവിടെ പറയുകയാണ്. സാർ, ഇതൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സാർ, പറയാൻ നിരവധി കേസുകൾ. കൊല്ലത്ത് പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM ലോക്കൽ സെക്രട്ടറി, നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണനൂരിൽ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായി വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പാർട്ടി വിരുദ്ധ പോസ്റ്റല്ലെന്ന് ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും കുഴപ്പമില്ല. സാർ, ഒരു ലോക്കൽ സെക്രട്ടറിക്ക് കേരളത്തിലെ പോലീസിന്റെ കയ്യിൽ നിന്നും ഇതാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? കോവളം സ്വദേശി യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള കോവളം സുജിത്തിന് നേരിടേണ്ടി വന്ന പീഡനം, മർദ്ദിച്ച SIക്കും CPOയ്ക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് യുവജന കമ്മീഷൻ ഉത്തരവ് നൽകിയിട്ടും ഇതുവരെ ചെറുവിരലനക്കിയിട്ടില്ല. സാർ, അതുപോലെ കേസുകൾ പറഞ്ഞാൽ നിരവധി കേസുകൾ പറയേണ്ടി വരും. സാർ, ജോലിക്ക് നിന്ന വീട്ടിലെ മാല മോഷ്ടിച്ചെന്ന പരാതിയിൽ ബിന്ദു എന്ന ദളിത് യുവതി പേരൂർക്കട സ്റ്റേഷനിൽ 20 മണിക്കൂറോളം പീഡനത്തിനിരയാകേണ്ടി വന്ന വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നു. സാർ, ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവിനോട് പെരുമാറിയത്. കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ ശുചിമറിയിലെ ബക്കറ്റിൽ നിന്ന് എടുത്ത് കുടിച്ചുകൊള്ളാൻ പറയുന്നത് ഈ കേരള പോലീസാണ്. സാർ, അങ്ങനെ സാർ, അരിമ്പൂർ സ്വദേശി അഖിൽ യേശുദാസ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായ മർദ്ദനം. SI അരിസ്റ്റോട്ടിൽ CPOമാരായ വിനോദ് മഹേഷ് എന്നിവർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം. സാർ, അങ്ങനെ കേസുകൾ ഇപ്പൊ ചിറയിൻകീഴ് പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന DS സുമേഷ് ലാൽ തന്നെ മർദ്ദിച്ച ശേഷം മുഖത്ത് മുളക് സ്പ്രേ ഉപയോഗിച്ചുവെന്ന് യുവാവിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരികയാണ്. സാർ, ആരാണ് സാർ പോലീസ് ഇത്തരം മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? മുഖത്ത് മുളക് സ്പ്രേ ഉപയോഗിക്കാൻ മാത്രമുള്ള കാടത്തം, ക്രൂരത കേരള പോലീസിന് എന്നു മുതലാണ് സാർ ഉണ്ടായത്? സാർ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? മുഖ്യമന്ത്രിയുടെ മൗനം തന്നെയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നം. രണ്ടാഴ്ചക്കുള്ളിൽ 20-ലധികം കേസുകളാണ് ഉയർന്നു വന്നത്. ഈ കേസുകൾ പരാതികൾ ഉയർന്നു വന്നത്. ഈ പരാതികൾ ഉയർന്നു വന്നിട്ട് അന്വേഷണം നടക്കുന്നത് 2 സംഭവങ്ങളിൽ മാത്രം. കുന്നംകുളം കേസിൽ മാത്രമാണ് അതിലൊരു സസ്പെൻഷനിലേക്കെങ്കിലും പോയത്. പീച്ചി മർദ്ദനം ദൃശ്യങ്ങളിലൊക്കെ കൃത്യമായി തെളിഞ്ഞിട്ടും CI രതീഷിനെതിരെ ഒരു നടപടിയുമില്ല. DYSP മധുബാബുവിനെതിരെ ഒട്ടേറെ പരാതികൾ ഉയർന്നെങ്കിലും എല്ലാം പഴയ കഥയാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും ഈ പോലീസും അവരെ സംരക്ഷിക്കുകയാണ്. സാർ, ഞാൻ ഒരു കാര്യം പറയാം. ഒരു കുറിപ്പ് ഞാൻ വായിക്കുകയാണ്. കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനാക്കിയാണ് പോലീസ് പാവപ്പെട്ടവന്റെ മേൽ കയറുകയാണ്. യൂണിഫോം ദേഹത്ത് കയറിയാൽ കറണ്ട് അടിച്ചതുപോലെയാണ്. ജനം നിയമം കയ്യിലെടുത്താൽ സ്ഥിതി മാറും. സാർ, ഇത് പറഞ്ഞത് കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകനോ പ്രതിപക്ഷത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ല. സാർ, ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി പറഞ്ഞ കാര്യമാണ്. സാർ, ഇത് ശ്രീ N അരുൺ എന്ന് പറയുന്നത്. സാർ, ഇതിലും വലിയ അംഗീകാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വേറെ എവിടുന്ന് കിട്ടാനാണ്? സാർ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ CPIയുടെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് പോലും പറയേണ്ടുന്ന അവസ്ഥ, ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിക്ക് പറയേണ്ടി വരുന്ന അവസ്ഥ, CPIയുടെ ഒക്കെ ജില്ലാ സമ്മേളനങ്ങളിലും ഇപ്പോൾ മറ്റ് സംസ്ഥാന സമ്മേളനത്തിലും ഒക്കെ വരുന്ന വിമർശനങ്ങൾ നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. എത്ര മോശമായ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും, ഞാൻ സമയത്ത് അവസാനിപ്പിച്ചോളാം, പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ആളുകൾക്ക്, കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മുഴുവൻ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ, അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതെല്ലാം പോലീസിനെ അപമാനിക്കാനും
പോലീസിന്റെ ആത്മവീര്യം കെടുത്താനുമാണെന്നുള്ള അങ്ങയുടെ ക്ലീശ മറുപടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കരുത്. സർ, പോലീസ് എന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിനെ ഒറ്റപ്പെട്ട സംഭവമാക്കി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പോലീസിന്റെ ഈ അധപതനത്തിന് കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സർ. സർ, ഇന്ന് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിലാണ് പോലീസിലെ കാര്യങ്ങൾ. പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വിനീത വിധേയന്മാരായ ആളുകൾക്ക് എന്തും ചെയ്യാം. തൃശൂർ പൂരം കലക്കാൻ സർ 2.5 മിനിറ്റ് ഉണ്ട്. സർ, തൃശൂർ പൂരം കലക്കാൻ കൂട്ടുന്നാലും എന്ത് സംഭവിക്കും സർ? സർ, ഞാൻ അതുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സർ. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കടിഞ്ഞാൺ ഇനിയെങ്കിലും അങ്ങ് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിച്ചു വന്ന ഖ്യാതി ശ്രീ പി ശശിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ആരോഗ്യ വകുപ്പിനെയും വനംവകുപ്പിനേക്കാളും മോശമാക്കി അപഖ്യാതി അങ്ങേക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയം, ഇതിന്റെ ഗൗരവം പരിഗണിച്ച് ഈ പോലീസുകാരെ അടിയന്തരമായി അടിയന്തര പ്രമേയം